ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും കോക്കനട്ട് ചട്നിയും ആപ്പവും ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തേങ്ങ വെട്ടാനായിട്ട് പോയി. തേങ്ങ വെട്ടാൻ ആള് വന്നിരുന്നു, അവര് വിളിച്ചിരുന്നു തേങ്ങ വെട്ടാനായിട്ട് പോയി. തേങ്ങ വെട്ടാൻ പോകുന്ന ദൃശ്യങ്ങളും അവിടുത്തെ പാഡി ഫീൽഡും എങ്ങനെയാണെന്നൊക്കെയാണ് കാണാൻ പോകുന്നത്. ഞങ്ങൾ ഇവിടെ എത്തി, ഗ്രന്ഥശാലയുടെ അവിടെ എത്തി. പാലോന്നാണ് ഗ്രന്ഥശാല. ഈ ഇടവഴി തിരിഞ്ഞ് നേരെ പോണം. നമ്മളത് വെയിറ്റ് ചെയ്യുന്നത് തേങ്ങ വെട്ടാനായിട്ട്. ആള് വരുമെന്ന് പറഞ്ഞു, ഇതുവരെയും വന്നിട്ടില്ല. അതാണ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ. ഈ ഇടവഴി കൂടെ നേരെ പോവുക തേങ്ങ വെട്ടാനായിട്ട്. ആളിപ്പോ വന്നതേ ഉള്ളൂ. രാവിലെ 7 മണിക്ക് തിരിച്ചു ചെയ്യണം. ഇത്രയും സ്ഥലങ്ങളുണ്ട്. കുറെയൊക്കെ തേങ്ങകൾ പൊഴിഞ്ഞു വീണു, ആരൊക്കെ എടുത്തോണ്ട് പോയി. ഇനി കുറച്ചേ ഉള്ളൂ. കുറെയൊക്കെ തെങ്ങൊക്കെ പഴയ തെങ്ങുകളാണ്. തേക്കും പഴയതാണ്. എത്രയോ വർഷമായിട്ടുള്ള തെങ്ങും തേക്കുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. സ്ഥലങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. ഇത് ടച്ച് മീ പ്ലാന്റ് ആണ്. കൈകൊണ്ട് ഇലയിൽ തൊട്ടാൽ വാടിപ്പോവും. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് അടുത്ത തേങ്ങ വെട്ടലാണ്. അവിടെയൊക്കെ മൊത്തം പാഡി ഫീൽഡാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. രാവിലെയൊക്കെ വരുമ്പോൾ നല്ല മഞ്ഞായിട്ടിരിക്കും. सुबह सुबह बोला था ना, वही आपका नंबर है। नहीं तो उधर नहीं बुक करेगा, आपको डायरेक्ट बुक दे देगा। നോക്കിക്കാൻ നല്ല സ്ഥലം. തേങ്ങ വെട്ടാൻ ആള് വന്നു. ബഫല നിൽക്കുന്നു. ഇനി അടുത്ത സ്ഥലത്ത് തേങ്ങ വെട്ടാനായിട്ട് പോകുന്നു. ഒരുപാട് പൂക്കളുണ്ട് ഇവിടെയൊക്കെ, ഒരുപാട് പൂക്കൾ. ഏത് പൂവെന്ന് പേരൊന്നും അറിയത്തില്ല, പൂക്കളുണ്ട്. ഈ മഞ്ഞപ്പൂവുണ്ട്, ഒരു വെള്ളപ്പൂവുണ്ട്, ഒരു പർപ്പിൾ കളർ പൂവുണ്ട്, പലതരം പൂക്കള്. ഇതിന്റെ പേരൊന്ന് പറഞ്ഞു തരാമോ? വേണ്ട, അത് കാട്ടിൻ്റെ അകത്ത് നിൽക്കാനാണോ? ഇതെല്ലാം തേക്കാണ്. ഇത് വയലിൽ പൊടിച്ച് നിൽക്കുന്ന ഒരു പൂവുണ്ട്. അങ്ങറ്റം ഒരു ഈഗിൾ, ആ മരത്തിന്റെ മുകളിൽ ഒരു ഈഗിൾ നിൽപ്പുണ്ട്. അത് ഇടത്തെയാണ്, പക്ഷെ ഈഗിൾ കാണാനില്ല ഇപ്പൊ, പറന്നുപോയി കാണും. ഇതൊരു പൂവ്, ഇത് ചെടി, നല്ല യെല്ലോ കളറുണ്ട്. അടുത്തത് ഞങ്ങൾ പോകുന്നത് എയർപോർട്ട് റോഡിലോട്ടാണ്. എയർപോർട്ടിൽ പോകുന്ന സ്ഥലങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചുവേളി വഴിയാണ് പോകുന്നത്.
അടുത്തൊരു ചർച്ച് വരുന്നുണ്ട്. വിജയ് സർക്കാർ കേരള വണ്ടിക്ക് പാസ് കൊടുക്കും. ഞങ്ങൾക്കൊരു പാട്ട് കേൾക്കാമോ? അച്ഛൻ ആനയ്ക്ക് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞൊരു പാട്ട്. ഞാൻ അച്ഛൻ്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ ഒരു പള്ളി. ഇതൊരു കൊച്ചുവേളി സ്റ്റേഷനാണ്. ഒരു വലിയ സ്റ്റേഷൻ, കൊച്ചുവേളി നോർത്ത് സ്റ്റേഷൻ എന്ന് പറയും. വലിയ സ്റ്റേഷനാണ്. അത് എയർപോർട്ടിൽ പോണ റോഡാണിത്. എയർപോർട്ടിന് കുറച്ച് ദൂരം കൂടെ കഴിയുമ്പോൾ എയർപോർട്ട് എത്തും. ശംഖുമുഖം ടെമ്പിൾ ഉണ്ട്, ശംഖുമുഖം ബീച്ച് ഉണ്ട്. അതായത് എയർപോർട്ടാണ്. എയർപോർട്ടിന്റെ മതിൽ കാണാൻ പറ്റും. ഇതെല്ലാം എയർപോർട്ടാണ്. എയർപോർട്ട് റോഡാണ്. ഇവിടെയൊക്കെ നല്ല ഓർമ്മകളുണ്ട് കേട്ടോ. നല്ല മെമ്മറീസ് ഉള്ള സ്ഥലങ്ങളാണ്. ഞങ്ങൾ ശനി ഞായറാകുമ്പോൾ ഞങ്ങളിവിടെ വരും. ഞാനും അച്ഛനും അനിയത്തിയും അമ്മയും എല്ലാവരും ചേർന്ന് വരും. ഒരുപാട് നേരം ഇരിക്കും. ഇത് ശംഖുമുഖം ടെമ്പിളാണ്. അമ്പലത്തിലൊക്കെ വരാറുണ്ട്. ഒക്കെ എയർഫോഴ്സിന്റെ ഒക്കെ സ്ഥലങ്ങളാണ് ഇതെല്ലാം. ശംഖുമുഖം ബീച്ച് റഫാണ്. തിരമാലകൾ എങ്ങനെ അടിക്കുന്നുണ്ട്. തിരമാലകൾ റഫാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ബീച്ച് അവിടെയൊക്കെ പോയി ഇരിക്കുമായിരുന്നു. ഇപ്പൊ അതിന് ഇരിക്കാനൊന്നും പറ്റത്തില്ല. രാവിലെയൊക്കെ വന്ന് മീൻ കിട്ടും, ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും. ഞങ്ങൾ വീട്ടിലോട്ട് ചെറിയങ്കിലോട്ട് തിരിച്ചു പോകുന്നു. ഒരാൾ പിക്കപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അതാണ് എയർപോർട്ടിൽ വന്നത്. പിക്കപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇനി പോകുന്നത് ചെറിയങ്കിൽ വീട്ടിലോട്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു റെഡ് സ്പോട്ട് കണ്ട ഒരു പ്ലെയിൻ പറക്കുന്നുണ്ട് അവിടെ. അതൊരു കാക്ക കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ട് സോളറിന്റെ അടിയിൽ. തേങ്ങ വെട്ടം പോയപ്പം തേങ്ങ കൊണ്ടുവന്നു. ഇതൊരു ഫ്രൂട്ടാണ്.